ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള വീറ്റ് ഫ്ലോർ പായസമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിൽ പൊടിപ്പിച്ചെടുത്തിട്ടുള്ള ഗോതമ്പ് പൊടിയാണ്. ഇനി ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്നുകൂടി ലൂസാക്കി എടുക്കണം. അതിനായിട്ട് 1 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ നല്ല ലൂസായിട്ട് വേണം ഗോതമ്പ് പൊടി മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് 2 അച്ച് ശർക്കര വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ശർക്കരയൊക്കെ മെൽറ്റായി വരട്ടെ. ഇപ്പോൾ ഇത് നമ്മുടെ ശർക്കരപ്പാനി നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി പായസം റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ആക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒട്ടും കട്ടയൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഹൈ ഫ്ലെയിമിൽ വെക്കുകയോ ചെയ്യരുത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോകും. ഒട്ടും കട്ടയൊന്നും പിടിക്കാതെ ഈ ഗോതമ്പ് പൊടി നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് കിട്ടണം. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ കണ്ട ചെറുതായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ശർക്കരപ്പാനിക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാരയും ചേർക്കാവുന്നതാണ്. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് ശർക്കരപ്പാനി ചേർത്തുണ്ടാക്കുമ്പോഴാണ്. ഈ ഒരു പായസത്തിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓവർ കട്ടിയാവാനും പാടില്ല, എന്നാൽ ഓവർ ലൂസ് ആവാനും പാടില്ല. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഞാനിപ്പോഴും ഇതൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ പായസം കണ്ടോ, ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ ഇത് ചേർക്കുകയാണെങ്കിൽ പായസത്തിനൊരു വെറൈറ്റി ടേസ്റ്റാണ് ഉണ്ടാവുക. ഗോതമ്പ് പൊടിയുടെ ആ ഒരു ചുവയൊന്നും അധികമായിട്ട് അറിയില്ല. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/4 മുറി തേങ്ങ ചിരകിയത് ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് വാങ്ങി വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നമ്മുടെ രുചികരവും ഹെൽത്തി ആയിട്ടുള്ള വീറ്റ് ഫ്ലോർ പായസം ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? എന്തൊരു രുചിയാണെന്നറിയാം ഇത് കഴിക്കാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഒരു ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള വീറ്റ് ഫ്ലോർ പായസം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല ചൂടോടെ തന്നെ കുടിക്കണം കേട്ടോ, അപ്പോഴാണ് റിയൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള വീറ്റ് ഫ്ലോർ പായസം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.